ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമുട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും സുഗ്രീവര ഉണ്ണി വന്നിണ്ട്. അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ. തെക്ക് ഭാഗത്ത് 1-2 കളിക്ക് പോയി. ഇത് 2 മുണ്ട. നിനക്കെടുക്കായിരുന്നില്ലേ? എനിക്ക് ആവശ്യത്തിനുണ്ട്. ഇത് ഇവിടത്തേക്കാ. ആയിക്കോട്ടെ. ഓണ് കാലായിട്ടുണ്ട്. ഭഗവാനെ രാമചന്ദ്രപ്രഭു. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നിന്റെ? ഇടത്തരം വേഷം കാണാന്നായിട്ടുണ്ട്. ഉണ്ണിയുടെ വേഷം ഒരു ദിവസം കാണുന്നുണ്ട്. ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ വരുമ്പോഴാവാം. അപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ദൂരേക്കൊന്നും വരുവയ്യല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ? ശ്രീധരപ്പ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. എണ്ണയൊന്ന് മാറ്റാന്ന് പറഞ്ഞു. മാറും തന്നെയാ ഒപ്പ പറയണേ. കർമ്മഫലം. വേലായുധം വരുന്നുണ്ട് കുളിപ്പിക്കാനൊക്കെ. ചിലപ്പോ തോന്നും നല്ല ബോധമുണ്ടെന്ന്. ഇന്നാളൊരു ദിവസം എന്നോട് ചോദിക്കുക, എന്നാ എടുത്തിയമ്മ ഈ ചങ്ങലിനൊരു മോചനം കിട്ടുകയെന്ന്. മരിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചു മാറ്റുമല്ലോ എന്ന്. കഴിച്ചു കഴിഞ്ഞു നോക്കട്ടെ ഞാൻ. അച്ഛാ, ഒരു മദാമ വന്നിട്ടുണ്ട് കഥകളി പഠിക്കാൻ. ഫ്രഞ്ചുകാരി. ഇളയതാശാന് നിർബന്ധം ആ കുട്ടിക്ക് ഞാൻ തന്നെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. തെറ്റൊന്നുമില്ല. വേണമെന്ന് വെച്ചാ ഒരു പുതിയ ഭാഷ തനിക്കും പഠിക്കാം. രാഘവൻ നായരില്ലേ? ഉണ്ട്. അച്ഛാ. കുട്ടിയോ? കൂത്തമ്പലത്തില് പോയി. അപ്പോഴാ അറിഞ്ഞത് രാഘവൻ നായർ ഇന്ന് ലീവാന്ന്. കേറിയിരിക്ക. ഇങ്ങോട്ടിരിക്ക. മിഥുനത്തിൽ അശ്വതി. കൊല്ലത്തിൽ അങ്ങനെ ഒരു അവധി എടുക്കാറുള്ളൂ. സരോജത്തിൻ്റെ ആണ്ടുവലി. എൻ്റെ ഭാര്യയുടെ 6 കൊല്ലായി. 3 കുട്ടികളെ എന്നെ ഏൽപ്പിച്ച് അവള് പോയി. മോള് കുറച്ച് കാപ്പി എടുക്ക്. കട്ടൻ കാപ്പിയേ ഉള്ളൂ. കട്ടൻ കാപ്പി എങ്ങനെയാ? ഒന്നും വേണമെന്നില്ല. ഞാനിപ്പോ ഇളനീർ കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലും എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു കാപ്പിയെങ്കിലും മോള് ചെല്ല്, ഒരു കാപ്പി എടുക്ക്. ശരി. സാധാരണ ഫോറിനിലെ ആൾ വരുന്നത് കഥകളി മോഹിനിയാട്ടമൊക്കെ പഠിക്കാനാ. ഇതിപ്പോ ആശാമാരെ അന്വേഷിച്ചെന്ന് പറയുമ്പോ ഫ്രാൻസിലേക്ക് കൊണ്ടുപോവാനാ. ഞാനവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്.
ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളുടെ. പഴയ ആശാന്മാർക്കൊക്കെ ഇനി അവിടെ വന്ന് പഠിപ്പിക്കാൻ കഴിയുമോ? ദാ കാപ്പി. താങ്ക്സ്. എന്താ പേര്? അശ്വതി. പേര് കേട്ട പഴയ ആശാന്മാർക്ക് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടാവില്ലേ? ഉവ്വ്, അവരൊക്കെ തന്നെ ഇപ്പൊ വിദേശങ്ങളിൽ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ കളിയായിട്ട് യാത്രയിൽ. ഒരു ശേഖര പണിക്കർ ആശാൻ, ഇളയദാശാൻ, രാവുണ്ണി നായർ, നാരായണാശാൻ, ഇവരൊക്കെ. ശിവ ശിവ, എന്താ ഇത്? ഇവരെ കുറിച്ചൊക്കെ എങ്ങനെയാ കുട്ടിക്ക് ഇത്ര നിശ്ചയം? വിദേശത്ത് വല്ല കളിക്കും കണ്ടിരുന്നോ? ഓ ഇല്ല, കേട്ടറിവുണ്ട്, അത്ര തന്നെ. ഓ അല്ല, അതിനിപ്പോ ഇവരാരും വിദേശത്ത് പോയിട്ടില്ല. എന്തായാലും കുട്ടി ഞാൻ വിചാരിച്ച പോലെ അല്ല, എല്ലാം നല്ല പോലെ ഗ്രഹിച്ചിട്ട് തന്നെയാ പഠിക്കാൻ വന്നിരിക്കണേ അല്ലേ? ഇളയദാശാനും നാരായണാശാനും പോയി 2 കൊല്ലായി. ഇളയദാശാനാ എനിക്ക് കൂത്തമ്പലത്തിൽ ജോലിയാക്കി തന്ന്. പിന്നെ പണിക്കരാശാൻ തീരെ കിടപ്പില്ലാതാ കേട്ടത്. ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? 5-6 മാസം മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. വീട് ഇത്തിരി അകലെയാ, പട്ടാമ്പിക്കടുത്താ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ആവാം. എന്റെ ഈശ്വര, ചതിച്ചു എന്ന് തോന്നണേ. സത്യസ്വരൂപൻ സകല ജഗന്മയൻ ജന്മാദിഹീനൻ ജഗത്കാരണൻ ദേഹമദ്യം മുക്തിവിരോധകം ശുദ്ധിവിഹീനം. ആ, ഇതാരാ രാഘവനാരോ? കൂത്തമ്പലത്തിൽ നിന്ന് വരണമെങ്കിലും വന്നുവല്ലോ. അത്രയും സമാധാനം. എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി. കുറച്ച് ദിവസമായിട്ട് ശ്വാസത്തിന്റെ ശല്യം വല്ലാണ്ടുണ്ടായി. തീരെ നിന്നു തോന്നും, പിന്നെയും വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ശ്വാസം നിയന്ത്രിച്ച് അഭിനയം കുഴപ്പിച്ചതിന്റെ ബലം. ഓർമ്മയില്ലേ വാസുവിന്? പറയാ. വധത്തിലെ കീചകന്റെ മരണം, നരകാസുരവധത്തിലെ ഐരാവതത്തിന്റെ വീഴ്ച. സൗഖ്യം എടുക്കേ, ആണ്ടോർക്ക് വന്ന് കാണാം. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നേരത്തെ കുട്ടി ചോദിച്ചില്ലേ പ്രശസ്തരായ ആശാന്മാരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ കുറിച്ച്? ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഒരാള്, ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂരി. എന്നിട്ട് എവിടെ? അറിയില്ല എൻ്റെ കുട്ടിയെ. കേമനായിരുന്നു, അതികേമൻ. കൂത്തമ്പലത്തിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ കളി നിർത്തി, പിന്നെ ഒരു വിവരവുമില്ല. ഒരമ്മാവൻ മാത്രമുണ്ട് ബന്ധുവായിട്ട് ആകെ. മൂപ്പരും ക്യാമറായിരുന്നു, എല്ലാത്തിനും വിൽപ്പത്തിലുള്ള ഒരാള്. ശ്രീധരൻ നമ്പൂതിരി ഇപ്പൊ ഇല്ലേ? കണ്ടു കിട്ടാൻ പ്രയാസ. ഇന്ന് ഇവിടെ എന്ന് വെച്ചാൽ നാളെ ഹിമാലയത്തിലാ.
മറ്റന്നാ കാശിയിൽ, അതിൻ്റെ അടുത്ത ദിവസം മധുരയിലോ കാഞ്ചീപുരത്തോ ഉടുപ്പിയിലോ. കുട്ടിക്കറിയോ, ശേഖരപ്പണിക്കരാശാൻ്റെ അത്ര വൃത്തിയായിട്ട് ഏകലോചന ആടുന്ന ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ